ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിമിന്റെ പേരാണ് ഗ്രിംസ് ലെജൻഡ്സ് 1 ദി ഫോർസേക്കൻ ബ്രൈഡ്. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് കടന്നാലോ. നമ്മളിപ്പോൾ ഒരു കാട്ടിലാന്ന് തോന്നുന്നു. ഒരു കാള വണ്ടിയിൽ അല്ല, ഒരു കുതിര വണ്ടിയിലാണ് നമ്മൾ പോണ. ഫ്രണ്ടിൽ ആരോ ഇരിക്കുന്നുണ്ട്, എന്തോ പറയണ്ടല്ലോ ആള്. ആരുടെയോ കല്യാണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓ, നമ്മുടെ സിസ്റ്ററിന്റെ കല്യാണം ആട്ടാ. അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇവള് വീട്ടിൽ നിന്ന് മാറിക്കാൻ തോന്നുന്നുണ്ട്. ആള് പറയുന്നുണ്ട് കുറെ വർഷങ്ങളായിട്ട് അവള് വീട്ടിലേക്ക് വരുന്നത് കാത്തിരിക്കാന്ന് സിസ്റ്റർ. അപ്പൊ ഇതായിരിക്കും സിസ്റ്ററിന്റെ ഭർത്താവ് ഉണ്ടാവും. അതെന്തായിരിക്കും അവൾ അവിടെ നിന്ന് മാറിയിരിക്കണല്ലേ? ഒരു വലിയ കരടിയല്ലേ ഈ പോണേ. ഈ കരടി നമ്മളെ തട്ടിയിടോ എന്തോ. അയ്യോ, കുഴിയിലോട്ടാണല്ലോ വീണേ. അയ്യോ, ആള് വീണ. അവള് വീണെന്ന് തോന്നുന്നു. ഓ, എന്തുമ്മ തൂങ്ങി കിടക്കാൻ തോന്നണ്. വീണിട്ടില്ല, തെറിച്ച് വീണുള്ളൂ. ഓ, ആളും അവിടെ നിൽക്കുന്നുണ്ട്. ആ കുതിര വണ്ടിയാണ് ഇപ്പൊ പെട്ടിരിക്കണേ. ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി ഇനി എങ്ങനെയാ അവിടെ നിന്ന് വലിച്ചെടുക്കുക? ഇവര് രണ്ടുപേര് വിചാരിച്ച നടക്കണ കേസൊന്നല്ലല്ലോ. ടോക്ക് ടു യുവർ ഫാദർ. അപ്പൊ അത് അച്ഛനായിരുന്നോ? അപ്പൊ അച്ഛൻ എന്തിനാ മോളെ കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നേ? അതിന്റെ പിന്നില് എന്തോ വലിയ കഥയുണ്ടെന്ന് തോന്നണേ. എന്തായാലും ഫാദറിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് പറയണ ആള് നോക്കാം. Something's pulling at the carriage. Go see what it is. I'll try to calm the horse. ആ കുതിരന്റെ കാരേജ് എന്തോ വലിക്കണുണ്ടെന്ന് പറയണേ. അപ്പൊ നമുക്ക് അവിടെ നോക്കാം എന്നിട്ടിപ്പോ. ഓ, ആ കാരേജിന്ന് ലഗേജ് ഒക്കെ താഴേക്ക് തൂങ്ങി കിടക്കുക. അതാണ് ഈ വെയിറ്റ് വലിക്കാനും പറ്റാണ്ടിരിക്കണേ. ഇവിടുന്ന് നമുക്കൊരു നഖം കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് പിന്നെ യൂസ്ഫുൾ ആവും തോന്നുന്നു. ഇനി നമുക്ക് ഓരോ സൈഡും ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ഇവിടെ എന്തോ ഉള്ള ഒരു കത്രിക പൊട്ടിയെടുക്കാണല്ലോ. ഇനിയിപ്പോൾ അതെന്തിട്ട് യൂസ് ആവാനാ? ഈ നഖം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ മുകളിൽ എന്തോ തൂങ്ങിയെടുക്കണ്ടല്ലോ. അതിലെന്തോ ഉള്ളതെന്ന് നോക്കിയാലോ. ഒരു ഡ്രീം ക്യാച്ചർ, ഒരു റിങ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ആ കരടിയും എന്തെങ്കിലും ഉണ്ടോ നോക്കിയാലോ. ഓ, ആ നെഗല്ലേ ആ കിടക്കണേ. അത് ഇതിൽ ഫിറ്റാക്കാൻ പറ്റുമോ നോക്കാം. എന്തോ ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. എന്താ ഈ വടിയാ? ഇവിടെ നമുക്ക് ഹിൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ വടി അൺലോക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വടി കൊണ്ട് നമുക്ക് ആ ലഗേജ് വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കിയാലോ. സംഭവം വലിച്ചാൽ ഇനി ഇത് ഭയങ്കര വെയിറ്റാന്ന് തോന്നുന്നു. ഇതെങ്ങനെയാ ഇപ്പം എടുക്കുക? നമുക്കിനി വേറെ വല്ല ഹിൻറ്റും കിട്ടുമോ നോക്കാം. ബിവെയർ ദ ബിയർ. അതറിയാം, അതുകൊണ്ടല്ലേ ഞങ്ങൾ പണി വെട്ടി കിടക്കണ. എന്താ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് മനസ്സിലാവണില്ലല്ലോ. നമുക്ക് ഈ ഹിൻറ്റ് തന്നെ യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ റിങ് ഉപയോഗിച്ച് ഈ കത്രിക എന്തോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ സ്ക്രൂ ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുക. റിങ് കൊണ്ട് കത്രിക ഊരിനോണ്ട് എന്താ ഇപ്പം ഉണ്ടായേ? ഓ, കുത്തി പൊളിക്കാനായിട്ടൊരു സാധനം കിട്ടി. ഓ, ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇത് നമുക്ക് മുറിക്കാനായിട്ട് ഉപയോഗിക്കാം. എന്തായാലും ഈ ലഗേജിന്റെ വെയിറ്റ് കാരണമല്ല ഇത് താഴ്ന്നു പോണേ. അത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വെയിറ്റിന്റെ പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോൾ കുതിരനെ സിമ്പിളായിട്ട് കയറ്റി വരുത്താം. Thank you, my dear. We can go now. Oh no, my trunk. I hope my wedding gift for Lily's all right. ഓ, നമ്മൾ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിനായിട്ട് എന്തോ ഗിഫ്റ്റായിട്ടാണ് പോകണ്ടായിട്ടാ. അത് ഈ പെട്ടിയിലായിരുന്നു. അതിൻ്റെ ഇപ്പോൾ പെട്ടി തുറക്കാനും പറ്റണില്ല. ഇതിപ്പോൾ ഇങ്ങനെ തുറക്കാനായിട്ട് ഇപ്പം എന്തിട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താ അവിടെ അനങ്ങനെ ശബ്ദം കേൾക്കണില്ല? ആ ചെടിയുടെ പിന്നിൽ എന്തിട്ടുള്ളേ നോക്കിയാലോ. അയ്യോ, ഒരു പൂച്ചക്കുഞ്ഞല്ല അവിടെ ഇരുന്ന് കരയണേ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഷോൾ ഉണ്ടല്ലോ. ഈ ഷാൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിന് എടുക്കാൻ പറ്റുമോ നോക്കാം. എന്താ പൂച്ച പേടിച്ചു എന്ന് തോന്നണേ. അതിന് കയറാൻ അറിയില്ലേ? ഓ, കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു പൂച്ചക്കുട്ടീനെ സേവ് ആക്കി. ഇതെന്താ ഇവിടെ കയറിയിരിക്കണേ? ഇനിയുള്ള ടാസ്കുകളിലൊക്കെ നമുക്ക് ഈ പൂച്ചയുടെ ഹെൽപ്പ് വാങ്ങാൻ പറ്റും തോന്നുന്നുണ്ട്. അവിടെ മേലൊരു സാധനം തൂങ്ങിയെടുക്കണുണ്ടല്ലേ. ഇതെടുക്കാൻ പറ്റുമോ? നമുക്ക് ഈ പൂച്ചനെ യൂസ് ചെയ്യാലോ ഇനി. Good boy. ആ സാധനം താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലെന്നിട്ട് ചെയ്യാൻ പറ്റാൻ നോക്കാം. എന്തോ കാര്യമായിട്ട് പൊതിഞ്ഞ് വെച്ചേക്കാൻ തോന്നുന്നു. എല്ലാ പാർട്സ് എടുത്ത് എറിഞ്ഞ് കളയാണല്ലോ. ഇതൊന്നും യൂസ്ഫുൾ അല്ല. പിന്നെ എന്തിട്ട് ഇപ്പം നമുക്ക് കിട്ടുക അതിൻ്റെ ഉള്ളിൽ നിന്ന്? ഇവിടെ തട്ടി കളിക്കാനുള്ള ബോളാ. ഇപ്പം നമുക്ക് അതിൽ നിന്നൊരു കമ്പി കിട്ടിയിട്ടുണ്ട്. ഈ കമ്പി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് കീ ഉണ്ടാക്കാൻ പറ്റും. ഇതിങ്ങനെ വളച്ച് തിരിച്ചിട്ട് ഇങ്ങനെ കീ പോലെ ഉണ്ടാക്കുന്നത് നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ. അതുപോലെ ഇതിലും കീ ഒക്കെ ഉണ്ടാക്കി ബോക്സ് തുറക്കാൻ പറ്റും തോന്നുന്നു. ഓ, ഇതാണ് ലില്ലിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ്. ഷെടാ, പക്ഷെ ഇതെല്ലാം പൊട്ടിപ്പോയില്ലോ. ഇത് നമുക്ക് വേഗം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല സിമ്പിളായിട്ട് സെറ്റായല്ലോ. ഇനിയൊരു ഭാഗം കൂടി ഉണ്ടോ? ഇതിപ്പോൾ എന്താ? ഫ്ലവറിൻ്റെ നടുക്ക് അതിൻ്റെ മാച്ചായിട്ടുള്ള കല്ല് വരുത്തണം. നമുക്കത് ചെയ്ത് നോക്കാം. അങ്ങനെ
അങ്ങനെ അതും സെറ്റാക്കി. ഇനിയുണ്ടോ? ഇത്ര വലിയ നെക്ലസ് ആണോ അല്ലെങ്കിൽ ഇത് ഹെയർ അക്സസറി ആണോ? ഇതിലിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഓ, ഇതിൻ്റെ സെയിം ആയിട്ടുള്ള പെയറിൽ ഫിറ്റാക്കണം. അങ്ങനെ നമ്മൾ അവളുടെ ചേച്ചിക്കുള്ള നെക്ലസ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആ നെക്ലസ് മാത്രമായിട്ട് എടുത്താൽ മതിയല്ലോ. ലഗേജ് ഇനി കൊണ്ടുപോകാനൊക്കെ ഇത്തിരി പാടാന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ വണ്ടിയിൽ കയറി ഇരിക്കാം. നമുക്ക് അവിടെ ഒരു കുട്ടി ഗ്രാമം കാണാലോ. അവിടെയാന്ന് തോന്നുന്നു കല്യാണം. എന്നാലും ഇത്രയും നാൾ അവള് ഇവരെല്ലാം പിരിഞ്ഞ് എന്തുകൊണ്ടായിരിക്കും ഇരിക്കണ്ടാവാ? ആരോ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. ഇത് അമ്മ എങ്ങാനാണോ ഇനി? ആള് വരുന്നില്ലല്ലോ അടുത്തേക്ക്. മറ്റേതല്ലേ ചേച്ചി അപ്പുറത്ത് വെക്കണത്? ചേച്ചിയും ചെക്കനും. അവര് വന്നുട്ടാ. ചേച്ചിക്ക് ഗിഫ്റ്റ് കാണണമെന്ന് പറയണേട്ടെ. അപ്പൊ നമുക്ക് ചേച്ചിക്ക് ഗിഫ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കാം. ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു. ചേച്ചിക്ക് ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കല്യാണത്തിന് രാത്രി ഇത് തന്നെ ഇടുന്നു പറയുന്നുണ്ട്. ഇനിയിപ്പോ ചേച്ചി ഫിയാൻസിനെ പരിചയപ്പെടുത്താണ്. അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ ഫിയാൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീജാജി. Excuse me, but I'm curious. You look a little under the weather. Did something happen on your way here? A bear? That's terrifying. You could have fallen into that rift. The beasts should stay in the forest where they belong. Someone needs to do something about this. After the wedding, my love, I won't let you go before we're married. We should go to the inn, sis. I need you to help me with my wedding dress. ചേച്ചിൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും വരുന്ന വഴിക്കുള്ള കഥകളെല്ലാം പറഞ്ഞിട്ട് ഇതിപ്പോൾ വെഡിങ് തുടങ്ങാൻ പോകാൻ തോന്നുന്നു. അയ്യോ, ഈ കരടി ഇവിടെയും വന്നല്ലോ. ഇനി ഇവളുടെ പിന്നാലെയാണോ ഈ കരടി നടക്കണേ? എന്തെങ്കിലും ശാപം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അയ്യോ, ആ ചേട്ടനെ എടുത്ത് എറിഞ്ഞല്ലോ. ആ ചേട്ടനെ എന്തെങ്കിലും പറ്റിയോ? അയ്യോ, ചേച്ചി വീണു. ഇവളെന്തൊന്നും ചെയ്യാത്ത ആൾക്കാർ രക്ഷിക്കാൻ വരുന്നുണ്ട്. ചേച്ചിനെ എടുത്തുകൊണ്ട് പോവാ ബിയർ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? ഇതോടുകൂടി നമ്മുടെ കഥയും കഴിഞ്ഞ നമ്മളും ഫ്ലാറ്റായ. രാവിലെ ആയെന്ന് തോന്നുന്നു. ഇല്ല, രാത്രി തന്നെ. ഇത് ഫിയാൻസി അല്ലേ? Are you all right? Where's Lily? The beast took her into the woods. Everyone's chasing them. You appear fine, so I'm going to join them. I'll go with you. I don't think it's a good idea. She's my sister. All right, but for your own good, stay close. I'll look for a crossbow. We'll need some light also. It'll be dark out in the woods. അപ്പൊ ചേച്ചിനെ രക്ഷിക്കാനായിട്ടൊരു സംഘം പോയിട്ടുണ്ട്. അപ്പൊ ഇവളും അവരുടെ കൂടെ പോവാട്ടാ. ഓണേക്കാൻ മുമ്പ് എന്തെങ്കിലും ആവശ്യപ്പെട്ട സാധനങ്ങൾ എടുക്കണ്ടെങ്കിൽ എടുക്കാം. കാട്ടിലോട്ടല്ല പോണേ. അപ്പൊ നമുക്ക് വെളിച്ചത്തിനായിട്ട് എന്തെങ്കിലും എടുക്കാം. ഒരു മെഴുകുതിരി എടുക്കാം. ഇവിടുന്ന് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ലാന്തറിന്റെ ഉള്ളിൽ മെഴുകുതിരി വെക്കാം. ആൾക്കാർ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് വേഗം സ്പീഡ് കൂട്ടണം അവരുടെ അടുത്ത് എത്താനായിട്ട്. പക്ഷെ അയ്യോ, കരടി ഇവിടെ തന്നെയാണല്ലോ. ഇനി ആരെങ്കിലും രക്ഷിക്ക് ചേച്ചിനെ. അയ്യോ, ഇയാൾക്ക് ചാടാനും അറിയില്ലേ? സ്ലിപ്പ് ആവുന്നുണ്ടെന്നോ ഓരോ എക്സ്ക്യൂസും പറഞ്ഞിരുന്നു. ഭാര്യ ആവാൻ പോണ പെണ്ണിനെ രക്ഷിക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ലടോ. ഇയാളിങ്ങനെ സ്ലോ മോഷനിൽ വന്നു കഴിഞ്ഞാൽ ആ കരടിയ ചേച്ചിനെ കൊല്ലാവോ? ഇയാളിപ്പം തൊട്ട് അവിടെ ഇരുന്ന് കാണിക്കണേ. ഇയാളെ കൊണ്ട് എന്തെങ്കിലും നടക്കുവോ? നമുക്ക് തന്നെ എന്തെങ്കിലും ആലോചിച്ചാൽ മതിയാവോ? എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കണല്ലോ. ഇവിടെ അടുത്ത എന്തോ ഉള്ള ഒരു മരം ഉണ്ടല്ലോ. ഈ മരത്തുമ്പോൾ ഇപ്പം എന്നിട്ട് ചെയ്യാൻ പറ്റുക? ആ മരത്തിലൊരു ഹോൺ ഉണ്ടെന്നാ പറഞ്ഞേക്കണം. അപ്പം ആ ഹോൺ എടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ആ ഹോണിന് പകരം വേറെ എന്തെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹോൺ എടുക്കാം. അതിനായിട്ട് ഇപ്പം എന്താ അടിയിലെ കണ്ണ് എടുക്കണ്ട. ആ കണ്ണ് നമുക്ക് ഫിറ്റാക്കി കൊടുക്കാം. ഇത് തീർച്ച സിമ്പിളായിട്ട് കിട്ടിയില്ല നമുക്ക് ഹോണ്. ഈ ഹോണ് കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഹോണിന് നമുക്ക് ആ പൊട്ടിയ ഹോണിൽ കൊണ്ട് ചേർക്കാം. എന്തെങ്ങാണ്ട് വായിൽ തുറന്നു വന്നല്ലോ. ഈ സാധനം നമുക്ക് എന്തിട്ട് ചെയ്യാനാ? അടിയിലും എന്തൊരു സാധനം കിട്ടിയല്ലോ, ടൂത്ത്. അപ്പം ആ പല്ലും ഫിറ്റാക്കാം. ഇനിയിപ്പോൾ ഇതെന്താ ഒരു പിക്കിൻ്റെ ഷേപ്പിലുള്ള സാധനം. ഇതുകൊണ്ട് എന്താ ചെയ്യാം? ആ ടയറ് നമുക്ക് സ്ലിപ്പ് ആവല്ലേ? ഇത് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവില്ല. അതിന് ഇതുമ്പോൾ ചാടിയിട്ട് അപ്പുറത്തേക്ക് കിടക്കാം. അത് നല്ലൊരു ഐഡിയ. ഇതാണ്ട് ആ കരടി പോണു. ആ കരടി നമ്മളെ കണ്ടു. ഇത് സ്പീഡും കൂട്ടി. കൂടെ ആ ബ്രിഡ്ജും പൊട്ടിച്ചു കളഞ്ഞു. ഈ ബ്രിഡ്ജില്ലാണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എങ്ങനെ കിടക്കും? എന്തായാലും ഇനി ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി കളിച്ച് ഞാൻ ആരും ബോറടിപ്പിക്കുന്നില്ല. ഇനി ബാക്കിയുള്ള സ്റ്റോറീസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമന്റ് ചെയ്താൽ ഞാൻ അടുത്ത ഗെയിമുമായിട്ട് വരാം. ഇതിന്റെ പാർട്ട് 2 ആയിട്ടും വരാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗെയിംസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.